പലപ്പോഴും വലിയ ഹോട്ടൽസുകളോ അല്ലെങ്കിൽ നല്ല വലിയ വീടുകളൊക്കെ സന്ദർശിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിലെ ബാത്റൂംസിനകത്ത് എന്തോ ഒരു കുറവുണ്ടെന്ന് തോന്നും. ഈ കുറവ് എന്തുവാന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവത്തില്ല. പക്ഷേ വലിയ ഹോട്ടൽസും വലിയ ആർക്കിടെക്ട്സോ അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനേഴ്സോ ചെയ്ത സ്പേസ് നിങ്ങൾ ഓൺ സ്പേസിലോട്ട് വരുമ്പോൾ വരുന്ന ഏറ്റവും വലിയ ഡിഫറൻസസ് ഇതാണ്. എല്ലാ ടൈൽസ് കടയിലും ഒരു കോർണറിൽ ഈ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഈ ഹാർഡ്വെയർസിനെ കടകൾ പറയുന്നത് ബാത്ത് ഫിറ്റിംഗ്സ് എന്നാണ്. അപ്പം ബാത്ത് ഫിറ്റിംഗ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ കോമൺ ടവൽ റോഡ്, ടവൽ റാക്ക്, സോപ്പ് ഡിഷ്, ഇതുപോലത്തെ ബോട്ടിൽ ഹോൾഡേഴ്സ്, ഇതേപോലത്തെ നാപ്കിൻ ഹോൾഡേഴ്സ്. അപ്പൊ ഇതെങ്ങനെയാണ് ബാത്റൂംസിന്റെ ലുക്ക് മാറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുന്ദരിയായ ഒരു പെണ്ണും അതേ സുന്ദരിയായ പെണ്ണ് ആഭരണങ്ങൾ ഇട്ടുള്ള ഡിഫറൻസ് എന്തോന്ന് ചോദിച്ചാൽ, ആ ഡിഫറൻസ് ആണ് ശരിക്കും നിങ്ങൾ മിസ് ചെയ്യുന്നത് നിങ്ങളുടെ ബാത്റൂംസിലേക്ക് വരുമ്പോൾ. ഹാർഡ്വെയർസിന്റെ കാര്യം വരുമ്പോൾ മിക്ക വീടുകളും പറയും ഒരു ടവൽ റോഡും ഒരു സോപ്പ് ഡിഷും മാത്രം മതി എന്ന ഒരു അഭിപ്രായത്തിലേക്ക് വരും. കാരണം ഇത് ഏറ്റവും അവസാനമാണ് വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ബഡ്ജറ്റ് ചുരുങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും പെട്ടെന്ന് ഒരു അഭിപ്രായം ഫോം ചെയ്യും, നമുക്ക് എന്തിനാ ഇത്രയും കൂടുതൽ സാധനം, ഇത് നമ്മൾ ഉപയോഗിക്കത്തില്ലല്ലോ, അപ്പൊ നമുക്ക് ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഒരു ടവൽ റോഡും ഒരു സോപ്പ് ഡിഷിലും ബാത്റൂം ഒതുക്കും. പക്ഷെ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സാനിറ്ററി വെയറിന്റെയും കൂടെ ആഭരണത്തിനെ പോലെ രണ്ട് സൈഡും അല്ല ഒരു സൈഡും ചേരാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിനെ നിങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വളരെ വില ചുരുങ്ങിയ വാഷ് ബേസിൻ ആയിരിക്കും, വളരെ ചെലവ് ചുരുങ്ങിയ ഒരു നോർമൽ ക്ലോസറ്റ് ആയിരിക്കും, വളരെ ചെലവ് ചുരുങ്ങിയ മിറർ കൺസോൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ആയിരിക്കും. ഈ സാധനങ്ങൾ എല്ലാ പോർഷനിലേക്കുള്ള സാധനങ്ങൾ എല്ലാ കടയിലും അവൈലബിൾ ആണ്. നിങ്ങൾ ഹാർഡ്വെയർസ് യൂസ് ചെയ്യാതെ നിങ്ങളുടെ ബാത്റൂംസിന് ഒരു കംപ്ലീറ്റ്നെസ് വരത്തില്ല. രണ്ടാമത്തെ കാര്യം, ഇതിപ്പം പറഞ്ഞുകൊണ്ട് പറയുക, ബാത്റൂംസിന്റെ ഭംഗി കൂട്ടാൻ അല്ലെങ്കിൽ ബാത്റൂംസിനെ കുറച്ചുകൂടെ പോസിറ്റീവ് ഏരിയാസ് ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൈറ്റ്സ്. അപ്പൊ ലൈറ്റ്സും ഉപയോഗിക്കുമ്പം കോബ് ലൈറ്റും അതേപോലെ പാനൽ ലൈറ്റ്സിന്റെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ നോക്കുക. പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ഈ കാണുന്നത് രണ്ട് ടൈപ്പാണ് EV ടൈൽസിൽ അവൈലബിൾ ഉള്ളത്. ഒന്ന് ഹാൻഡ് മെയ്ഡ് മെറ്റീരിയൽ ആണ്. ഈ കാണുന്ന എല്ലാ ഹാൻഡ് മെയ്ഡ് മെറ്റീരിയലാണ്. വേറെ എങ്ങും കാണാത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. തന്നെ ഈ ബാക്കിലെ വുഡ് ബർമീസ് വുഡ്, ഇത് ആക്ച്വൽ തടിയാണ്. സോ ആക്ച്വൽ തടിക്കകത്ത് സ്റ്റീൽ ഫ്യൂസ് ചെയ്തിട്ട് ചെയ്തേക്കുന്ന ഒരു ടവൽ റോഡാണ്. സോ വുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു യുണീക് മെറ്റീരിയൽ. ഇതേപോലെ കാസ്റ്റ് അയൺ, അതായത് സിമ്പിൾ ഒറ്റ പീസിൽ ചെയ്ത ബോട്ടിൽ റാക്സ് ആണ് ഇതെല്ലാം. ഇതുപോലെ തന്നെ നമുക്ക് ടവൽ റോഡും ടവൽ റാക്കും എല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കണ്ടംപററി സ്ക്വയർ മോഡൽസ് നിങ്ങൾക്ക് ഈ കമ്പനിയിൽ കിട്ടി. ഇത് ഗീത് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. സോ കോയമ്പത്തൂർ ബേസ്ഡ് ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽ ആണ്. സോ ഹാൻഡ് ക്രാഫ്റ്റഡ് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞാലും കോസ്റ്റ് വലിയ ഹാൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയലിന്റെ കോസ്റ്റ് അല്ല, നോർമൽ കോസ്റ്റേ ഉള്ളൂ. ഇന്ന് തന്നെ EV ടൈൽസ് ആൻഡ് ഫാൻസി സന്ദർശിക്കുക, നേരിട്ട് ഇത് കാണുക. ഇനി നമ്മൾ നോർമൽ പ്രൈസിന് എടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കാണുന്നത്. ഇതും മോശമല്ല. നിങ്ങളുടെ ബാത്റൂംസിന് എത്ര ഇത് വെക്കാൻ പറ്റുമോ അത്രയും ഇത് എടുത്ത് വെക്കുക. കാരണം ഇതിന്റെ കോസ്റ്റ് വലുതായിട്ട് വരത്തില്ല. നിങ്ങളുടെ ടോട്ടൽ വീടിന്റെ ബഡ്ജറ്റ് നോക്കിയാൽ നിങ്ങളുടെ ബാത്റൂമിന് സ്പെൻഡ് ചെയ്യുന്ന മെറ്റീരിയൽസ്, ലേബേഴ്സ്, മറ്റുള്ള കോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹാർഡ്വെയറിന്റെ കോസ്റ്റ് നെഗ്ലിജിബിൾ ആണ്. സോ ഒരു കാരണവശാലും നിങ്ങളുടെ ബാത്റൂംസിനെ ഹാർഡ്വെയറിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം ഫൈനൽ ലുക്കിൽ നിങ്ങളുടെ ഹാർഡ്വെയർസ് ആണ് നിങ്ങളുടെ ബാത്റൂം, അതായത് ബാത്ത് ഫിറ്റിംഗ് ഹാർഡ്വെയർസ് ആണ് നിങ്ങളുടെ ബാത്റൂമിന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു സൗന്ദര്യം നൽകുന്നത്. അപ്പൊ EV ടൈൽസ് ആൻഡ് സാനിറ്ററിയിലോട്ട് വന്നാൽ മതി. നല്ലൊരു കളക്ഷൻ വളരെ ചീപ്പ് പ്രൈസിന് നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അത്രയും കുറഞ്ഞ പ്രൈസിൽ. കാരണം മിക്ക കടകളും ഇതൊക്കെ ഭയങ്കര ഹൈ മാർജിനിലാണ് വിൽക്കുന്നത്. പക്ഷെ ഞങ്ങളുടെ ഫിലോസഫി ഇത് വളരെ നോമിനൽ മാർജിനിൽ വിറ്റ് ബാത്റൂംസ് കസ്റ്റമേഴ്സിന്റെ ബെറ്റർ ആക്കുക എന്നുള്ളതാണ്. ഇനി തീർക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, ഫോൾഡിംഗ് ടവൽ റാക്ക്. അതായത് നിങ്ങളുടെ ബാത്റൂമിനകത്ത് നിങ്ങൾക്ക് എപ്പോഴും സാധനങ്ങൾ വെക്കാൻ ഇല്ല, പക്ഷെ ചില സമയത്ത് നിങ്ങൾക്ക് ആവശ്യം വരുമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്ത് വെക്കാം, സ്പേസ് ഉണ്ടാക്കാം. ഇനി നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിനെ ടവൽ റാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ പുറയിൽ ഹുക്സും ഉണ്ട്, മുമ്പിൽ നിങ്ങൾക്ക് ഒരു ടവൽ ബാറും ഉണ്ട്, വീണ്ടും ഒരു ബാറുണ്ട്. സോ രണ്ട് ടവലും പിന്നെ കുറെ ഡ്രസ്സസും നമുക്ക് തൂക്കിയിടാനുള്ള ഓപ്ഷൻ ഇതിനകത്തുണ്ട്. സോ ഇതൊക്കെ വളരെ ചീപ്പാണ്. ഇതിന് വലിയ കോസ്റ്റ് ഇല്ല, പക്ഷെ വളരെ വെർസറ്റൈൽ പ്രൊഡക്റ്റ് ആണ്. ഒന്നും കൂടി ഇതിന്റെ മൂവ്മെന്റ് നമുക്ക് നോക്കാം. ഇത് ഇങ്ങനെ സ്പേസ് സേവർ ആവുന്നു, ആവശ്യമുള്ളപ്പോൾ ഇത് താഴോട്ട് വന്ന് റാക്കായി മാറുന്നു. സോ സ്ഥലം മറക്കണ്ട, EV ടൈൽസ് ആൻഡ് സാനിറ്ററി, തട്ടാമല ജംഗ്ഷൻ, കൊല്ലം. എന്റെ പേര് അമിത്.